ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാനായി തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. ഈശോ സ്പർശിച്ചവരും ഈശോയെ സ്പർശിച്ചവരുമൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കണ്ടുണ്ട്. ഇഷ്ടംപോലെ പേർക്ക് രോഗസൗഖ്യം ലഭിച്ചു. ഇത് കണ്ടപ്പോൾ ആളുകളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്തിനാ? അവനെ സ്പർശിച്ചാൽ എനിക്കും രോഗസൗഖ്യം ലഭിക്കും. സ്നേഹമുള്ളവരെ, രക്തസ്രാവക്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വിശ്വാസത്തോടുകൂടി ദൈവത്തെ സ്പർശിച്ചപ്പോൾ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് രോഗശാന്തി ലഭിച്ചു. ദൈവത്തെ സ്പർശിക്കുമ്പോൾ എനിക്ക് രോഗശാന്തി ലഭിക്കണമെങ്കിൽ, മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ എനിക്ക് ആഴമായ വിശ്വാസം ഉണ്ടാവണം. വിശ്വാസമില്ലാതെ എത്ര ദൈവത്തെ സ്പർശിച്ചാലും ദൈവം തൊട്ടാലും എനിക്കൊരിക്കലും അനുഗ്രഹം ലഭിക്കും. കാരണം എൻ്റെ ഉള്ളിൽ എനിക്ക് വിശ്വാസം ഉണ്ടാവണം. പക്ഷെ പലപ്പോഴും ഇന്ന് ഈ ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം ലഭിക്കാത്തത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗശാന്തി ലഭിക്കാത്തത്. കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞു പോകുന്നു. ദൈവത്തെ സ്പർശിച്ചവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുവെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുന്ന നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് ലഭിക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് ലഭിക്കുന്നില്ല? നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുക. നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടുന്നില്ല? എന്തുകൊണ്ട് രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല? വീണ്ടും വീണ്ടും പാപത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം വിശ്വാസമില്ലാതെ ഞാൻ ദൈവത്തെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഈശോ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് ഒരു സന്തോഷമാണ്, മനസ്സിൻ്റെ ഒരു സമാധാനമാണ്. പക്ഷേ ഇന്ന് അത് ലഭിക്കാതെ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് മുൻപിലായിരുന്നുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം കടന്നു വന്നിട്ടും ഇത്രയേറെ പ്രശ്നങ്ങൾ? ഒന്നേ ഉള്ളൂ, വിശ്വാസം കുറയുന്നത് കൊണ്ടാണ്. നമുക്ക് ആഴമായ വിശ്വാസത്തിൽ വളരാം, ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ദൈവം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രയാസവും ഉണ്ടാവത്തില്ല. അവൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്ക് കാരണമാക്കി തീർക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ദൈവത്തെ സ്വീകരിച്ച് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.